ജോഹൻസ്ബർഗിലെ ഞങ്ങളുടെ ആദ്യ പ്രഭാതമായിരുന്നു അത്. ഞങ്ങൾ രാവിലെ ഹോട്ടലിൽ നിന്നിറങ്ങി. നേരം പുലർന്നു വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ജോഹൻസ്ബർഗിലെ താമസസ്ഥലത്ത് നിന്നിറങ്ങി കുറേ ദൂരം മുന്നോട്ട് നടന്നു. അപ്പോൾ ശരിക്കും ഈ രാത്രിയിലാണ് യഥാർത്ഥത്തിൽ ജോഹൻസ്ബർഗ് നഗരം ഉണർന്നിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം ഈ രാത്രിയിൽ കണ്ട ബഹളമയമായ അന്തരീക്ഷം അല്ലെങ്കിൽ ഉത്സവ അന്തരീക്ഷമൊന്നും ഈ പ്രഭാതത്തിലുണ്ടായിരുന്നില്ല. സാധാരണ എല്ലാ നഗരങ്ങളിലെയും പോലെ വളരെ പതുക്കെ ആൾക്കാർ സജീവമായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മറ്റ് പല നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏതാണ്ട് രാവ് പുലരും വരെ ആഘോഷമായി ജീവിതത്തെ കാണുന്ന ചെറുപ്പക്കാർ റോഡിലെവിടെയും അവരെ കാണാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്നിറങ്ങി ഏതാണ്ട് 4-5 കിലോമീറ്റർ ആ നഗരത്തിലൂടെ പല വഴികളിൽ നടന്നു. അപ്പോൾ പെട്ടെന്ന് രസകരമായ ഒരു സംഭവം ഉണ്ടായത്, ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾക്കൊപ്പം കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു 2-3 നടപ്പ് സംഘങ്ങൾ ഞങ്ങൾക്ക് അടുത്തൂടെ കടന്നുപോയി. അപ്പോൾ ഞങ്ങളുടെ അടുത്തൂടെ കടന്നുപോയ അവർ പല കാര്യങ്ങളും സംസാരിച്ച് 4-5 പേരുള്ള സംഘമാണ്. ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ അവർ നടക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു സംഘം നല്ല മലയാളത്തിൽ സംസാരിച്ച് കടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടു. പലപ്പോഴും നമ്മൾ ലോകത്ത് എവിടെ സഞ്ചരിച്ചാലും എവിടെ പോയാലും അവിടെ ഏതെങ്കിലും ഒരു മലയാളിയെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കണ്ടുമുട്ടും എന്ന് നമ്മൾ പറയാറുണ്ട്. അതവിടെയും സംഭവിച്ചു. ഞങ്ങൾ തൊട്ടടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ അവരുടെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഈ മലയാളി സംഘം വളരെ ഒച്ചത്തിൽ സംസാരിച്ച് പൊട്ടിച്ചിരിച്ച് നടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടു. അവർ കേരളത്തിലെ രാഷ്ട്രീയവും അല്ലെങ്കിൽ കേരളത്തിലെ കാലാവസ്ഥയൊക്കെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്. അവിടുന്ന് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ശരിക്കും ഈ നഗരത്തിൽ ഏറ്റവും സജീവമായി ഉള്ള സമയം രാത്രി തന്നെയാണ്. കാരണം പകൽ നേരത്ത് തിരക്കില്ല എന്നല്ല, പക്ഷേ ഈ രാത്രി നേരത്ത് ഞങ്ങൾ ഈ നടന്ന വഴികളിൽ കണ്ട കാഴ്ചകളൊക്കെ തന്നെ ആ നഗരത്തിൻ്റെ മറ്റൊരു മുഖമായിരുന്നു. പക്ഷേ പ്രഭാതത്തിൽ വളരെ വൈകി ആൾക്കാർ ഉണർന്ന് അവരുടെ ജോലികളിലേക്ക് സജീവമാകുന്ന കാഴ്ചയാണ് ഞങ്ങൾ അന്ന് ജോഹൻസ്ബർഗിൽ കണ്ടത്. തിരിച്ച് ഹോട്ടലിലെത്തിയ ശേഷം ഞങ്ങൾ പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അപ്പോൾ അവിടെ കാണാനായ ഭക്ഷണ വിഭവങ്ങൾ, ഒരുപക്ഷെ നമ്മൾ ദക്ഷിണാഫ്രിക്കയെക്കുറിച്ച് വായിച്ച് കേട്ട ഈ പറയുന്ന പലതരത്തിലുള്ള സമൃദ്ധിയില്ലായ്മ അല്ലെങ്കിൽ പലതരത്തിലുള്ള ദാരിദ്ര്യം, ഇതേക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും ദക്ഷിണാഫ്രിക്കയെക്കുറിച്ച് കേൾക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ പ്രത്യേകതയാവാം, അവിടെ ആ ഹോട്ടലിൻ്റെ പ്രഭാത ഭക്ഷണം ഒരുക്കിയിരിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ ലോകത്തിൽ ലഭിക്കാവുന്ന എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും നിരത്തി വച്ചിരുന്നു. ഒട്ടകം, അതുപോലെ പലതരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയ ഒരു തീന്മേശകളായിരുന്നു അവിടെ ഞങ്ങൾക്ക് കാണാനായത്. അപ്പോൾ അവിടെ രസകരമായ ഒരു സംഭവം, ഒരു പെൺകുട്ടി നിന്നിട്ട് ഈ പച്ചവെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് അവർ ഒരടുപ്പിലേക്ക് വെച്ച് അത് തിളച്ച് കഴിയുമ്പോൾ മുട്ട അതിനകത്തിലേക്ക് ഉടച്ചൊഴിച്ച് ഓംലെറ്റ് ഉണ്ടാക്കി തരുന്ന ഒരു സംഗതി ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് വളരെ കൗതുകം തോന്നി. സാധാരണ നമ്മൾ കാണാത്ത ഒരു കാര്യമാണ്. വെള്ളം തിളപ്പിച്ച് അതിൽ മുട്ട ഉടച്ചൊഴിച്ച് ഓംലെറ്റ് രൂപത്തിലുണ്ടാക്കി ഒരു വിഭവം അവർ അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ പലതരത്തിലുള്ള, അപ്പം ഞങ്ങൾ ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ ഹോട്ടലിൽ നിരവധി വെള്ളക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ കൂട്ടമായിട്ട് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് എത്തുന്ന സമയമായിരുന്നത്. അപ്പോൾ അവരൊക്കെ തന്നെ റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിഞ്ഞ് ഉടൻ തന്നെ അവർ ഈ വെജിറ്റേറിയൻ ഭക്ഷണ ഏരിയയിലേക്ക് പോവുകയും മിക്കവാറും എല്ലാവരും തന്നെ അത്യാവശ്യം വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയും വളരെ കുറച്ച് പേർ മാത്രം നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് കാണാം. പക്ഷേ ഈ തദ്ദേശീയരായ ആൾക്കാർ, ദക്ഷിണാഫ്രിക്കക്കാർ അവിടെ താമസിക്കുന്ന നിരവധി പേരുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഈ വെജിറ്റേറിയൻ ഭക്ഷണത്തിൻ്റെ ഏരിയയിലേക്ക് കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാതെ അവർ മതിയാവോളം നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നത് കാണാൻ ഞങ്ങളത് ശ്രദ്ധിക്കുകയുണ്ടായി. പ്രധാനമായിട്ടും ഈ പറയുന്ന ഇവരുടെ ശാരീരികാവസ്ഥ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അവർ വളരെ ഒബിസിറ്റി, ഈ പറയുന്ന അവിടുത്തെ ഒരു പ്രത്യേക ദക്ഷിണാഫ്രിക്കയിലെ ഒരു ഭൂരിപക്ഷം പേരും ഈ ഒബിസിറ്റിയുടെ പേരിലുള്ള പലതരത്തിലുള്ള രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോൾ അതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഞങ്ങൾക്ക് കാണാനായത്. കാരണം ഈ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണ വിഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിലേക്ക് വളരെ ആകാംക്ഷയോടുകൂടി ചെല്ലുന്നത് കുട്ടികളും മുതിർന്നവരും ഒക്കെ തന്നെ ദക്ഷിണാഫ്രിക്കക്കാരാണ്. ഞങ്ങൾ സാധാരണ നമ്മുടെ ഇന്ത്യൻ ഭക്ഷണം അവിടെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ മലയാളി എവിടെ പോയാലും മലയാളി
മലയാളിയുടെ ഭക്ഷണം അന്വേഷിക്കും എന്ന് പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങനെയുള്ള സാധ്യതകളില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം ചില പഴങ്ങളൊക്കെ കഴിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് പുറത്തേക്കിറങ്ങി. ജോഹന്നസ്ബർഗിൽ നിന്നും ഞങ്ങൾ ആദ്യം പുറപ്പെട്ടത് ബ്ലൂ ഫൗണ്ടനിലേക്കാണ്. ബ്ലൂ ഫൗണ്ടനിലെ ആകാശം പോലൊരു ആകാശം മറ്റൊരിടത്തും കാണാനായിട്ടില്ല. കയ്യെത്തിയാൽ തൊട്ടു നോക്കാമെന്ന് തോന്നും വിധം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതാണ് അതിൻ്റെ സവിശേഷത. മുയൽക്കൂട്ടത്തെ പോലെ മേഘങ്ങൾ ആകാശത്തിൽ ഓടിക്കളിക്കുന്നു. നല്ല റോഡ്, നല്ല വാഹനം, ഇത് രണ്ടുമുണ്ടെങ്കിൽ ഏത് ദൂരവും രസകരമാക്കാമെന്ന് തോന്നിയ രാപ്പകൽ. ബ്ലൂ ഫൗണ്ടനിലേക്കുള്ള യാത്ര തുടങ്ങി ആ പകലും രാത്രിയും ഞങ്ങൾ ഈ ജോഹന്നസ്ബർഗിൽ നിന്നും ബ്ലൂ ഫൗണ്ടനിലേക്കുള്ള യാത്രയായിരുന്നു. ഈ യാത്രയ്ക്കിടയിൽ ഞങ്ങൾ ഏറ്റവും ഭയപ്പെട്ടത് പെട്ടെന്ന് റോഡിലേക്ക് കടന്നു വരുന്ന കന്നുകാലികൾ. നമ്മൾ കാറിൽ നല്ല സ്പീഡിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വാഹനത്തിൻ്റെ മുന്നിലേക്ക് കന്നുകാലികൾ അലക്ഷ്യമായി നടന്നു കയറി വരും. അങ്ങനെ നിരവധി അപകടങ്ങൾ ആ റോഡുകളിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് യാത്രാമധ്യേ ചിലരൊക്കെ ഞങ്ങളോട് പറയുകയുണ്ടായി. അപ്പോൾ കിലോമീറ്റർ കണക്കിന് കൃഷിത്തോട്ടങ്ങൾ. അപ്പോൾ ഇതിനിടയിലൂടെ ഞങ്ങൾ വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള അപകട സാധ്യത ഉണ്ട്, അങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ കേൾക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വളരെ സജീവമായി കൃഷിയിൽ ഏർപ്പെടുന്നുണ്ട്. പലതരത്തിലുള്ള ഫാം ഹൗസുകൾ. ഈ ഫാം ഹൗസുകളിൽ കൂടുതലും തദ്ദേശീയരായ ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്. ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പല നിക്ഷേപകരും ഈ പറയുന്ന ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിൽ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങി പിന്നെ ഫാം ഹൗസുകൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ അവർ അവിടെ കൃഷി ചെയ്യുകയും ഈ കൃഷി ഏറ്റവും ലാഭകരമായ രീതിയിൽ അവർക്ക് വിപണനം ചെയ്യാനും അവർ മാർക്കറ്റ് കണ്ടെത്തുന്നു. പക്ഷേ അതിൽ തദ്ദേശീയരായ ആൾക്കാരുടെ നിക്ഷേപം വളരെ കുറവാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പാർത്തൈഡ് നിലനിന്നിരുന്ന ഒരു രാജ്യത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തദ്ദേശീയരായ ആൾക്കാർ പലതരത്തിലുള്ള ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. അപ്പോൾ അത്തരം ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ ജനത ഇപ്പോൾ അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഏറ്റവും ആഘോഷത്തോടു കൂടി ജീവിക്കാൻ നഗരങ്ങളിൽ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ഈ ഗ്രാമങ്ങളിലേക്കും ഉൾപ്രദേശങ്ങളിലേക്കും ചെന്നപ്പോൾ വളരെ സാധാരണക്കാരായ തദ്ദേശീയർ കഠിനമായി ജോലി ചെയ്യുകയും അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള ആകർഷണീയമായ പ്രതിഫലം ചില സ്ഥലങ്ങളിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. പല സ്ഥലത്തും വളരെ ചെറിയ പ്രതിഫലത്തിന് വേണ്ടി കഠിനമായി ജോലി ചെയ്യുന്ന തദ്ദേശീയരെ ഞങ്ങൾക്ക് പല സ്ഥലത്തും കാണാനായി. ഏറ്റവും കൂടുതൽ ഇവിടെ കൃഷി ചെയ്യുന്നത് ചോളവും കരിമ്പുമാണ്. അപ്പോൾ ഏക്കർ കണക്കിന് സ്ഥലത്ത് ചോളവും കരിമ്പും കൃഷി ചെയ്യുന്ന ആൾക്കാർ. അവിടെ ഈ പണിസ്ഥലത്ത് നമ്മൾ എല്ലായിടത്തും കൃഷി ചെയ്യുന്ന ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ദക്ഷിണാഫ്രിക്കയിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ചോളവും കരിമ്പും ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഇടനിലക്കാരായ ആൾക്കാർ ഇത് വളരെ ചെറിയ വിലയ്ക്ക് വാങ്ങുകയും അവർ വിദേശ മാർക്കറ്റിലേക്കും ദക്ഷിണാഫ്രിക്കയുടെ പല പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കും കയറ്റി അയക്കുകയും ചെയ്യുന്നു. അവരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ലാഭം സ്വന്തമാക്കുന്നത്. ഈ ഏക്കർ കണക്കിനുള്ള കരിമ്പും ചോളവും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പകൽ നേരത്ത് പോലും പല സ്ഥലത്തും സുരക്ഷിതമല്ല എന്ന് ചിലർ ഞങ്ങളോട് പറയുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ സേതുവിൻ്റെ ഒരു അനുഭവം പറയുകയുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് സേതുവിൻ്റെ ബന്ധുവായ ഒരാൾ ഈ പറയുന്ന ദക്ഷിണാഫ്രിക്കയിലെ ഒരു ഉൾപ്രദേശത്ത് വെച്ച് കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ ഇതുപോലെ യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് ഏത് സമയത്തും ഈ പറയുന്ന അക്രമികൾ പ്രത്യക്ഷപ്പെടുകയും അവർ വരുന്നത് തോക്കുകൊണ്ടാണ്. തോക്ക് ചൂണ്ടി അവർ നമ്മുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും അപഹരിക്കും എന്ന് മാത്രമല്ല, ആരെങ്കിലും അത് പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ അവരെ കൊന്ന് കളയാനും അവർ മടിക്കാറില്ല. കാരണം അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പോലീസ് വരികയോ അല്ലെങ്കിൽ പോലീസ് വന്നാൽ തന്നെ അതിന് കൃത്യമായ ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷാ നടപടികൾ അങ്ങനെ പതിവ് കണക്കിന് സ്വീകരിക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനഃപൂർവ്വം സ്വീകരിക്കാത്തതല്ല. പലപ്പോഴും ഈ പ്രതികളായ ആൾക്കാരെ പോലീസിന് കണ്ടെത്താനാവില്ല. അവർ ചിലപ്പോൾ ഈ സംഭവം നടന്നു കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം അവർ ആ സ്ഥലം തന്നെ വിട്ടെന്നിരിക്കും. അങ്ങനെ പോലീസിന് വളരെ ഊർജിതമായി അന്വേഷിച്ച് പ്രതികളെ കണ്ടുപിടിക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഈ സേതു പറഞ്ഞ ഈ കൊലപാതകത്തിലും അതിൻ്റെ പ്രതികളെ കണ്ടുപിടിച്ചായിട്ട് അറിയില്ല. കാരണം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസിന് നമ്മൾ ഇൻഫോം ചെയ്യുകയും അവർ വന്ന് അന്വേഷണം നടത്തുകയും ചെയ്ത് ആ ഒരു പ്രാഥമിക അന്വേഷണത്തിനപ്പുറത്തേക്ക് വളരെ ഗൗരവത്തോടു കൂടി ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടക്കാറില്ലെന്നാണ് ആ യാത്രയിലുടനീളം പലരും ഞങ്ങളോട് പറഞ്ഞത്. ദക്ഷിണാഫ്രിക്കയിലെ ജുഡീഷ്യറിയുടെ തലസ്ഥാനമാണ് ബ്ലൂ ഫൗണ്ടൻ. അപ്പോൾ ഈ ബ്ലൂ ഫൗണ്ടനിലേക്ക് ഞങ്ങൾ പോകാനെടുത്ത നിരവധി മണിക്കൂറുകൾ പല സ്ഥലത്തും ഞങ്ങൾ വാഹനം നിർത്തുകയും പല തദ്ദേശീയരായ ആൾക്കാരോടും ചുരുങ്ങിയ സമയം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവരൊക്കെ തന്നെ ഈ തദ്ദേശീയരായ ജനങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന ഇന്നത്തെ ഭരണകൂടത്തോടും അല്ലെങ്കിൽ ഇന്നത്തെ ഭരണരീതിയോടും
കൃത്യമായ അകലം സൂക്ഷിക്കുന്നവരാണ്, അല്ലെങ്കിൽ വിയോജിപ്പ് സൂക്ഷിക്കുന്നവരാണ്. അതിൻ്റെ കാരണം പലപ്പോഴും അവർ പറയുന്നത് നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ദക്ഷിണാഫ്രിക്ക സ്വാതന്ത്ര്യം നേടി. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ദക്ഷിണാഫ്രിക്കയിലെ ഭരണകൂടം ശരിക്കും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയല്ല ഭരിക്കുന്നത്, സമ്പന്നരായ ജനങ്ങൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്നു എന്നുള്ള ഒരു അതൃപ്തി ഈ പറയുന്ന ഞങ്ങൾ കണ്ടുമുട്ടിയ തദ്ദേശീയരായ പല ആൾക്കാരും പറയുകയുണ്ടായി. ഈ കൃഷിയിലൂടെയാണ് ഈ രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാവുക എന്ന് നെൽസൺ മണ്ടേല പറയുകയുണ്ടായി. പക്ഷേ വർഷങ്ങൾക്ക് ശേഷവും പലതരത്തിലുള്ള സബ്സിഡിയൊക്കെ ആൾക്കാർക്ക് നൽകുന്നുണ്ടെങ്കിലും ആ സബ്സിഡിയൊക്കെ ഉപയോഗപ്പെടുത്തി കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ യഥാർത്ഥ ലാഭം ഇന്ത്യയിലെ പോലെ തന്നെ അവിടെയും ലഭിക്കുന്നില്ല ഉള്ളതാണ് സത്യം. പക്ഷേ ഞങ്ങൾ കണ്ടുമുട്ടിയ ചില ആൾക്കാർ പറഞ്ഞ ഒരു കാര്യം, ഈ പുതിയ ഭരണകൂടം, ദക്ഷിണാഫ്രിക്കയിലെ പുതിയ ഭരണകൂടം പൂർണ്ണമായിട്ടും അഴിമതിയിലും അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തിലും മുങ്ങി അവർ അവരുടേത് മാത്രമായ രീതിയിൽ ഭരിക്കുന്നു, ജനങ്ങളെ അവർ കാണുന്നില്ല എന്നുള്ള പരാതിയാണ് ഞങ്ങൾ യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ പലരും ഞങ്ങളോട് പറഞ്ഞത്. ഈ രീതിയിൽ ദക്ഷിണാഫ്രിക്കയിലൂടെ യാത്ര തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഇന്ന് ദക്ഷിണാഫ്രിക്ക ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ ശക്തമായി വിയോജിക്കുന്നുണ്ട്. അവർക്ക് ഈ ജനാധിപത്യ രീതിയിൽ പലപ്പോഴും അതിനോട് പ്രതികരിക്കുന്നതിനും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ വളരെ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുന്നതിനോ പ്രതിരോധം ഏർപ്പെടുത്തുന്നതിനോ പലപ്പോഴും കഴിയുന്നില്ല. ഇങ്ങനെ അസംതൃപ്തരായ ഒരു ജനത ജീവിക്കുന്ന ഒരു നാടാണ് ഈ ദക്ഷിണാഫ്രിക്കയുടെ പല ഭാഗങ്ങളും എന്ന് ഞങ്ങൾക്ക് തോന്നി. പക്ഷേ ഈ സ്ഥലത്ത് വിദേശത്തു നിന്നെത്തുന്നവർ കൃത്യമായ നിക്ഷേപം നടത്തുകയും അവർ അതിൽ നിന്ന് നല്ല ലാഭമുണ്ടാക്കുകയും അവർ ആ തരത്തിൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ തദ്ദേശീയരായ ആൾക്കാർ പലപ്പോഴും അവരുടെ തുച്ഛമായ ജീവിതം നയിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് യാത്രയുടെ തുടക്കത്തിൽ തന്നെ കാണാനായത്.